കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു 13 വയസ്സുകാരിയുടെ വ്യാജ പരാതി കാരണം 10 ആൺകുട്ടികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പോലീസ് ഉപദ്രവിക്കുന്നു. ഈ 13 വയസ്സുകാരിയുടെ ഈ പരാതി സത്യമുള്ളതാണോ എന്ന് അറിഞ്ഞിട്ടാണോ ഇവർ ഈ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നത്? അതും വെളുപ്പിനെ 6 മണി 6:15 വീട് വളഞ്ഞ് വലിയ കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിലും ബൈപ്പാസ് കഴിഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, അവനെ ശരിക്കും ഉപദ്രവിച്ചെന്നാണ് പറയുന്നത്. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 498 പോലത്തെ ഗാർഹിക പീഡനം പോലത്തെ കേസ്, ഈ പോക്സോ കേസ്, അത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇപ്പം ഒടിക്കുകയാണ് മിക്കവരും. കാരണം കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താവിനെതിരെയും ഭർത്താവ് ഭാര്യയ്ക്കെതിരെയും കുഞ്ഞുങ്ങളെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി. ഇതിപ്പോൾ തന്നെ ഒരു 13 വയസ്സുകാരുടെ പ്രണയ നൈരാശ്യം, അതിനുവേണ്ടി അവൾ കെട്ടിച്ചമച്ച ഒരു കഥ. അതിന് ബലിയാടാക്കപ്പെട്ടത് എത്ര പിള്ളേരാ? 10 പിള്ളേർ. അവരുടെ വീടിൻ്റെ അവസ്ഥ, അവരുടെ വീട്ടുകാരുടെ അവസ്ഥ, ഈ പിള്ളേരുടെ മാനസികാവസ്ഥ, ഇവർക്ക് നാളെ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ. പിന്നെ ഇനി ഒരു കേസിൽ പെട്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ജാമ്യം എടുക്കണമെങ്കിൽ 10-9,000 രൂപ വേണം. ഇത് സാധാരണപ്പെട്ടവൻ, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണെങ്കിൽ എങ്ങനെ ഇത് നടക്കുന്നത്? ദൈവത്തെ ഓർത്ത് ഇതുപോലത്തെ ഉള്ള കേസുകൾ വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് വേണം ഇതിൻ്റെ ശിക്ഷാ നടപടികളിലേക്ക് പോകാൻ. അല്ലാതെ ഒന്നും അറിയാത്ത നിരപരാധികളെ ക്രൂശിക്കയറ്റുകയല്ല വേണ്ടത്. ഇപ്പം പോലീസിനെ അന്ന് കൊച്ചിനെ ഉപദ്രവിച്ച പോലീസിനെ സ്ഥലം മാറ്റിയത്, ഇപ്പം പോലീസ് തലപ്പത്ത് മുതൽ ട്രാൻസ്ഫർ നടക്കുവാണ്, മനസ്സിലായോ? ഇപ്പോൾ ഈ SIനെ എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിച്ച് അങ്ങോട്ട് തന്നെ ആയിരിക്കും മാറ്റിയേക്കുന്നത്. അതൊരു ശിക്ഷയാണോ? ശരിക്കും ഈ പിള്ളേരെ ഉപദ്രവിച്ചവർക്ക് എതിരെ നടപടി എടുക്കുകയല്ലേ വേണ്ടത്? എന്തൊരു കഷ്ടമാണല്ലേ.